ഹായ് ഫ്രണ്ട്സ്, സിഗ്നേച്ചർ ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷോർട്ട് സീരീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സിലെ മെട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ മെട്രിക്സ് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മെട്രിക്സിലെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. മൂന്നിലധികം ക്വസ്റ്റ്യൻസ് മെട്രിക്സ് ഡിറ്റർമിനൻസ് മേഖലയിൽ നിന്ന് മൂന്നിലധികം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു മേഖലയാണ് മെട്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ. ഓക്കെ, അപ്പോൾ മെട്രിക്സ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഡിഗ്രി ലെവലിലായാലും അല്ലെങ്കിൽ സ്കൂൾ തലത്തിലായാലും മെട്രിക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ളതാവാം അല്ലെ. അപ്പോൾ പല പല ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഉപയോഗം വരുന്ന രീതിക്കാണ് ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടായിരിക്കാം, പലയിടത്തും മിസ്സിങ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നമുക്ക് ബേസിക് കൺസെപ്റ്റ് അറിയായിരിക്കും, പക്ഷേ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം കവർ ചെയ്യുന്ന രീതിക്ക് ബേസ് ലെവലിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലെ കാര്യങ്ങൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ എന്ത് വേണോ ആവാം, എന്ത് എലമെന്റ്സ് വേണോ ആ എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെക്ടാങ്കുലർ രീതിയിൽ റോ ആയിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്ത് വെക്കുന്ന കേട്ടോ. റോസ് ആയിട്ടും അല്ലെങ്കിൽ എന്താ കോളമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ്. അത് നമ്പേഴ്സ് ആവാം, എന്താവാം, ലെറ്റേഴ്സ് ആവാം, എന്ത് വേണോ ആവാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ജനറലൈസ് ചെയ്ത് പറയാം. അപ്പൊ അതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മെട്രിക്സിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നോക്കി ഒരു ABCD എന്ന് പറയുന്ന ഞാനൊരു റെക്ടാങ്കിൾ രീതിക്ക് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു രണ്ട് റോയും ഉണ്ട്, രണ്ട് കോളവും ഉണ്ട് അല്ലെ. രണ്ട് റോയും ഉണ്ട്, രണ്ട് കോളവും ഉണ്ട്. വീണ്ടും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3 4 5 6. ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയണ്ടേ, ഇവിടെ ഒരു രണ്ട് റോയും മൂന്ന് കോളവുമാണുള്ളത്. ഇത് റോയും ഇത് എങ്ങനെയുള്ളത് അല്ലെ, വെർട്ടിക്കൽ ആയിട്ടുള്ളത് കോളവും ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് റോയുമാണെന്നുള്ള കാര്യം ഓർത്തേക്കുക. അപ്പോൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ആണ്. അതായത് നമ്മൾ രണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് എലമെന്റ്സിനെ നോട്ട് ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് എന്ത് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പല പല കാൽക്കുലേഷൻസിനകത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കീ ആണ് എന്ന് പറയുന്നത് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ PSC പരീക്ഷകൾക്ക് മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒത്തിരി ഉള്ളിലേക്കുള്ള വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. നമുക്ക് നോർമൽ ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ത് വരുന്നത്, ചോദ്യത്തിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഒരു മെട്രിക്സിന് നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മെട്രിക്സ് നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ പേര് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും. ആ മെട്രിക്സിനെ ക്യാപിറ്റൽ A എന്നുള്ളത്, അപ്പൊ ബ്രാക്കറ്റിനകത്ത് AIJ എന്താണ് M/N എന്നുള്ള രീതിക്കായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഒരു മെട്രിക്സിനെ ജനറൽ ആയിട്ട് പറയാൻ പറ്റുന്നത്. ആ AIJ എന്ത് വേണോ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് ആ AIJയുടെ വാല്യൂസ് എന്ത് ചെയ്യാൻ മാറ്റം വരാം. അത് ഓരോ ചില എന്തെങ്കിലും എക്സ്പ്രഷൻ ആയിരിക്കാം. ആ എക്സ്പ്രഷൻ അത് നമ്മൾ എന്ത് ചെയ്യുക, ഐയുടെയും ജെയുടെയും വാല്യൂ കൊടുക്കുക. അപ്പൊ എന്താണ് I, എന്താണ് ജെ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ M/N നമുക്ക് എഴുതുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കാം, I ക്രോസ് J എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റോ ആണെന്നുള്ളത്, J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോളം ആണെന്നുള്ളതായിരിക്കും അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു മെട്രിക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മെട്രിക്സ് A എന്ന് പറയുന്നത് എന്താണ്, AIJ ആണ്. AIJ ഓക്കെ, AIJ അതിന് ഞാനൊരു 3/2 അല്ലെങ്കിൽ 3/3 മെട്രിക്സ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ AIJ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം, AIJ എന്ന് പറയുന്നത് എത്രയാ, ഒരു 2i + j എന്നുള്ളതാണ് നിങ്ങളുടെ AIJ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. 2i + j എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു 3/3 മെട്രിക്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, അതിനകത്ത് ഏതൊക്കെ എലമെന്റ്സ് വരും എന്നുള്ളത് നോക്കുക. അപ്പൊ A = ഫസ്റ്റ് റോ. അപ്പോൾ ഇവിടെ 3 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിനെ A11 എന്ന് നമുക്ക് പറയാം കേട്ടോ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് A11, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റിനെ A12, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് അടുത്ത് A13. ഇതേ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെട്രിക്സിലെ എലമെന്റ്സിനെ ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും കേട്ടോ. അടുത്ത് നോക്കിയടാ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ്, സെക്കൻഡ് റോയിലെ തേർഡ് എലമെന്റ്. അടുത്ത എങ്ങനെയാണ്, തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, തേർഡ് റോയിലെ സെക്കൻഡ് എലമെന്റ്, തേർഡ് റോയിലെ തേർഡ് എലമെന്റ്. കണ്ടോ, ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഈ 3/3 മെട്രിക്സ്. ഇനി എന്താ വേണ്ടേ, ഇതിനകത്ത് എലമെന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. എലമെന്റ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ AIJ എന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 2i + j എന്നുള്ളത് അല്ലേ. അപ്പൊ നോക്കി, ഫസ്റ്റ് A11 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഐയുടെയും ജെയുടെയും സ്ഥാനത്ത് 1 കൊടുത്തു നോക്കുക ഇതിനകത്ത്. അപ്പൊ 2 × 1 + 1, അപ്പൊ എത്രയാണ്, 3 അല്ലേ കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് എലമെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, എത്രയാണ്, 3 ആണ്. കണ്ടോ, ഇതുപോലെ ഓരോ എലമെന്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാം. ഇനി സെക്കൻഡ് A12 കണ്ടുപിടിച്ച് നോക്കിയേ. ഐയുടെ സ്ഥാനത്ത് 1ഉം ജെയുടെ സ്ഥാനത്ത് 2ഉം. അപ്പൊ 2 × 1 2 + 2, 2 + 2 എത്രയാണ് വരുന്നത്, 4 ആണ് വരുന്നത്. കണ്ടോ, സെക്കൻഡ് എലമെന്റ് കിട്ടി. ഇനി നോക്കിയടാ, നമ്മുടെ
നമുക്ക് അടുത്ത എലമെന്റ് കണ്ടുപിടിക്കാമല്ലോ. ഏതായിരുന്നു നമ്മുടെ A11 കണ്ടു, A22 നമ്മളിപ്പോൾ A12 നമ്മളിപ്പോൾ കണ്ടു അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 2 അപ്പോൾ 4 കിട്ടും. അടുത്ത് നോക്കി A13 നമുക്ക് കണ്ടുപിടിക്കാം. എത്രയാ 2 ഇൻറ്റു 1 പ്ലസ് 3 ആണ് കിട്ടുന്നത്. അപ്പോൾ 5 കിട്ടി കണ്ടോ. അടുത്ത് A21 കണ്ടുപിടിക്കാം. 21 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 പ്ലസ് 1 ആണ്. അപ്പോൾ 4 പ്ലസ് 1 5 ആണ് അല്ലേ. A22 നോക്കിയേ 2 ഇൻറ്റു 2 പ്ലസ് 2 ആണ്. അപ്പോൾ എത്രയായി 6 ആയില്ലേ. A23 നോക്കിയേ എത്രയാണ് കിട്ടുന്നത് 2 ഇൻറ്റു 2 പ്ലസ് 3 ആണ്. അപ്പോൾ 4 പ്ലസ് 3 എത്രയാണ് വരുന്നത് 7 ആണ് കിട്ടുന്നത്. അപ്പോൾ രണ്ട് റോയിലെ എലമെന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ റോയിലേക്ക് വരുമ്പോൾ A31 ആകുമ്പോൾ എന്താ കിട്ടുന്നത് 2 ഇൻറ്റു 3 പ്ലസ് 1 എത്രയാ 6 പ്ലസ് 1 7 ആണ് കിട്ടുന്നത്. A32ലേക്ക് വരുമ്പോഴോ 2 ഇൻറ്റു 3 പ്ലസ് 2 അപ്പോൾ 6 പ്ലസ് 2 എത്രയാണ് കിട്ടുന്നത് 8 ആണ് കിട്ടുന്നത്. A33ലേക്ക് വരുമ്പോഴോ A33ലേക്ക് വരുമ്പോൾ 2 ഇൻറ്റു 3 പ്ലസ് 3 കണ്ടോ 6 പ്ലസ് 3 9. അപ്പോൾ എലമെന്റ്സ് ഏതൊക്കെ നമുക്ക് വരുന്നത് 3 4 5 5 6 7 7 8 9 കണ്ടോ. ഇതായിരിക്കണം, ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റുന്നത്. അതിനൊരു ജനറൽ ഫോം തന്നിട്ടുണ്ടാവും. ആ ജനറൽ ഫോമിൽ നിന്ന് റോയും കോളവും ഒക്കെ എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര റോയും കോളവും എത്ര എലമെന്റ്സ് അതിനകത്ത് വരും ഓരോന്നിന്റെ പൊസിഷൻ നോക്കുക. ഈ A11 മീൻസ് ദ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സ്. അപ്പം ജനറലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു M/N മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ Aij എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ് ഫസ്റ്റ് ith റോയിലെ jth എലമെന്റ് എന്നുള്ള കൺസെപ്റ്റ്. അത് 11 ആവാം 22 ആവാം 13 ആവാം എന്ത് വേണോ ആവാം കേട്ടോ. അത് ഈ ഒരു രീതിക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ മെട്രിക്സ് എന്താണെന്ന് നമ്മൾ കണ്ടു. മെട്രിക്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ടത് ഓർഡർ ഓഫ് എ മെട്രിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്പർ ഓഫ് കോളംസും, അതായത് ഒരു മെട്രിക്സിനകത്ത് റോസും ഉണ്ടാവും, അതുപോലെ എന്തുകൊണ്ട് കോളംസും ഉണ്ട്. അപ്പോൾ ആ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ABCD എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിനകത്ത് 2 റോ ഉണ്ട്, അതുപോലെ 2 കോളവും ഉണ്ട്. അപ്പൊ ഈ മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നമ്പർ ഓഫ് റോസും കോളവും വെച്ചാൽ പറയുന്നത് നമ്മൾ അതിനെ എന്താണ് ഒരു 2/2 എന്നുള്ള രീതിക്ക് പറയാം. കാരണം 2 റോയും 2 കോളവും. ഓക്കെ, 2 റോയും 2 കോളവും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരു ഓർഡർ എഴുതുമ്പോൾ ഫസ്റ്റ് എഴുതേണ്ട റോയും രണ്ടാമത് എഴുതേണ്ടതായിരിക്കും എഴുതേണ്ടത് കോളവുമായിരിക്കും എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ജനറലി നമുക്ക് പറയാം ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് M/N ആയിരിക്കും. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസ്, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ്. അപ്പൊ ഏത് മെട്രിക്സ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന ഓർഡറിലുള്ള മെട്രിക്സ് എന്താ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റണം. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. അവിടെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് എഴുതേണ്ടത് ആരായിരിക്കണം നമ്പർ ഓഫ് റോസ് ആയിരിക്കണം. ഇനി ഒരു 3/3 മെട്രിക്സ് എഴുതാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ആ മെട്രിക്സിനകത്ത് എത്ര റോസ് ഉണ്ടാവണം 3 റോയും ഉണ്ടാവണം 3 കോളവും ഉണ്ടാവണം. അപ്പൊ ഞാൻ 1 2 3 ഫസ്റ്റ് റോ എഴുതി, 4 5 6 സെക്കൻഡ് റോ, 7 8 9 തേർഡ് റോ കേട്ടോ. 3 റോയും 3 കോളവും. അപ്പൊ ഇതിന് 3/3 എന്ന് പറയാം. ഇനി വേണമെങ്കിൽ നമുക്കൊരു 2/3 മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാം ഫോം ചെയ്യാൻ പറ്റും. 2/3 എന്ന് പറഞ്ഞാൽ 2 റോയും 3 കോളവും ഉണ്ടായിരിക്കണം. അപ്പോൾ 1 2 3 അതുപോലെ 4 5 6 കേട്ടോ. 2 റോയും 3 കോളവും 2 റോയും 3 കോളവും 2/3. ഇതേ രീതിക്കാണ് മെട്രിക്സിന്റെ ഓർഡർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ് ഓർഡർ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ്. ദാറ്റ് മീൻസ് റോസ് ആയിട്ടും കോളമായിട്ടും എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ. ഓക്കെ, ആ റോസിന്റെയും കോളത്തിന്റെ എണ്ണമാണ് ആ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അവിടെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി ഞാൻ വീണ്ടും എടുത്ത് പറയാണ്. ഫസ്റ്റ് എഴുതേണ്ട റോയും സെക്കൻഡ് എഴുതേണ്ട എന്താണ് കോളവുമാണ്. അപ്പോൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ കണക്ഷൻ എന്ത് ചെയ്യുക ജോയിൻ ചെയ്ത് കൊള്ളുക. ഓർഡർ ഓഫ് എ മെട്രിക്സ്. ശരി, ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഈ ഒരു മെട്രിക്സിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓർഡർ നമുക്കറിയാം. അപ്പോൾ ഒരു മെട്രിക്സിനകത്ത് എത്ര എലമെന്റ്സ് വരും എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. മെട്രിക്സ് ഇല്ല, മെട്രിക്സ് തരാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർഡർ വെച്ചിട്ട് അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ എടുത്ത ഈ 3/3 മെട്രിക്സിനെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. 3/3 മെട്രിക്സിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട് 1 2 3 4 5 6 7 8 9 9 എലമെന്റ്സ് ഉണ്ട്. അതായത് ഇവിടെ ഓർഡർ എന്താ 3/3 ആണല്ലോ. അപ്പൊ ജസ്റ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ റോസിന്റെയും കോളത്തിന്റെയും എണ്ണത്തിന് തമ്മിൽ ഗുണിച്ചാൽ മതി. ഇവിടെ നോക്കിയടാ 3 × 3 എത്രയാ വരുന്നത് 9 ആണ് വരുന്നത്. ഇവിടെ നോക്കിയേ 2 × 2 4 എലമെന്റ്സ് അല്ലേ ഇതിനകത്തുള്ളത്. ഇവിടെ നോക്കിയേ 2 × 3 എത്രയാ വരുന്നത് 6 എലമെന്റ്സ്. ഇതിനകത്തും 6 എലമെന്റ്സ് അല്ലേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. ഓർഡറിൽ നിന്നും നമ്പർ ഓഫ് എലമെന്റ്സിലേക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് റോസിന്റെ എണ്ണവും കോളത്തിന്റെ എണ്ണവും തമ്മിൽ ഗുണിച്ചെഴുതുക കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അതിനെയാണ് അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇഫ് എ മെട്രിക്സ് ഹാസ് 8 എലമെന്റ്സ്, അപ്പൊ അതിനകത്ത് 8 എലമെന്റ്സ് ഉണ്ട്. വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? അപ്പോൾ ഒരു മെട്രിക്സിനകത്ത് 8 എലമെന്റ്സ് ഉണ്ട്. അതിനകത്ത് എന്താ പറയാ വരാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള അതിന്റെ ഓർഡർ ഏതാണ്? ദാറ്റ് മീൻസ് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ് എത്രയാണ്? അപ്പോൾ നമുക്കറിയാം എന്താണ് ആ റോയുടെയും കോളത്തിന്റെയും എണ്ണത്തിനെ തമ്മിൽ ഗുണിക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടുന്നത്. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ മെട്രിക്സ് കിട്ടുന്നത്. അതിവിടെ 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 8ലേക്ക് എത്താൻ ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് ഗുണിക്കാം? അതാണ് അവിടുത്തെ പോസിബിലിറ്റീസ് കേട്ടോ. 8ലേക്ക് എത്താൻ 8 പ്രോഡക്റ്റ് കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് പറയാൻ പറ്റുന്നത് 1ഉം 8ഉം വരാം അല്ലെ. ഒരു റോയും 8 കോളവും വരുന്ന വരാം. അപ്പോഴും ഓക്കെ ആണല്ലോ, 8 എലമെന്റ്സ് അവിടെ ഉണ്ടാവും. തിരിച്ചു എഴുതാലോ, 8 × 1 എഴുതാം. അതുപോലെ 4 × 2 എഴുതാം. പിന്നെ എഴുതാൻ പറ്റുന്നത് 2 × 4 ആണ്. അപ്പൊ ഇത്രയും ഈ 4 ആയിരിക്കണം അവിടുത്തെ പോസിബിലിറ്റീസ്. കാരണം ഈ 4 പെയർ ഓഫ് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും അവിടുത്തെ എലമെന്റ്സിന്റെ എണ്ണം എത്രയായിട്ട് നമുക്ക് കിട്ടുന്നത്? 8 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണേ. അപ്പൊ ഒരു മെട്രിക്സിനകത്ത് 8 എലമെന്റ്സ് ഉണ്ട്. അതിന്റെ പോസിബിൾ ഓർഡേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ ആ 8 എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്, ആ എലമെന്റ്സിനെ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ഞാൻ ഇവിടെ എടുത്ത് ഏതാ 1 × 8 8 ആണ്, 8 × 1 എന്താണ് 8 ആണ്, 4 × 2 8 ആണ്, 2 × 4 8 ആണ്. അതായത് 8ന്റെ ഫാക്ടേഴ്സ് ജസ്റ്റ് കണ്ടുപിടിച്ചിട്ട് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമ്മുടെ ആൻസർ ആവും. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ പോസിബിൾ ഓർഡേഴ്സ് 1/8 കിട്ടും, അതുപോലെ 8/1 ഉണ്ട്, പിന്നെ 4/2 ഉണ്ട്, 2/4 ഉണ്ട്. ഓർത്ത് വെച്ചിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും നമുക്ക് ചോദ്യം വരുന്നുണ്ടാവുക. ശരി, അടുത്തതിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കൺസ്ട്രക്ട് എ 3/2 മെട്രിക്സ് whose elements are given by aij is equal to 1/2 i minus 3j. അപ്പൊ നമുക്ക് ഒരു 3/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. 3/2 മെട്രിക്സ് ആണ് എന്ന് പറഞ്ഞാൽ 3 റോയും ഉണ്ടാവണം, 2 കോളവും ഉണ്ടാവണം. 3 റോയും ഉണ്ടാവണം, 2 കോളവും ഉണ്ടാവണം. അപ്പോൾ ഒരു മെട്രിക്സിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ A11 എഴുതാം. രണ്ടാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ A12 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്കിവിടെ എത്രയാണ്? 2 കോളം അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. അടുത്ത് നോക്കിയേ, രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്, സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. അടുത്ത് നോക്കിയടാ, തേർഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. അടുത്ത് നോക്കിയേ, തേർഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. അപ്പൊ ഇതായിരിക്കണം നമുക്ക് കിട്ടേണ്ട മെട്രിക്സ്. അപ്പൊ ഇതിലെ ഓരോ എലമെന്റും നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കേണ്ടത് നോക്കി aij is equal to 1/2 into i minus 3j എന്നുള്ള രീതിക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് നോക്കാം. ഫസ്റ്റ് A11 കണ്ടുപിടിക്കുക. ഐയുടെയും ജെയുടെയും സ്ഥാനത്ത് വന്നിരിക്കുന്നത് 1ഉം 1ഉം ആണ് കേട്ടോ. അപ്പോൾ 1/2 into മോഡുലസ് 1 minus 3 into 1 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അപ്പോൾ 1/2 1 minus 3 ആകുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? -2 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പൊ 2/2 അല്ലെ, മൈനസ് മോഡുലസിന് പുറത്ത് വരുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് 2/2 എന്നുള്ള രീതിക്ക് വരും. 2/2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് 1 ആയിട്ട് കിട്ടും. സെക്കൻഡ് എലമെന്റിലേക്ക് വന്നേ, A12 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 1/2 ഇൻറ്റു ഐയുടെ സ്ഥാനത്ത് 1, ജെയുടെ സ്ഥാനത്ത് 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 1/2 ഇൻറ്റു 1 minus 6. 1 minus 6 ആകുമ്പോൾ -5 ആണ്. -5 പുറത്ത് വരുമ്പോൾ +5 ആവും. 5/2 ആയിരിക്കും രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയടാ, മൂന്നാമത്തെ ഇതിലേക്ക് വരുമ്പോൾ A21 ആണ്. A21 ആകുമ്പോൾ എന്തായിരിക്കും വരുന്നുണ്ടാവുക? 1/2 ഇൻറ്റു 2 minus 3 ഇൻറ്റു 1 എന്നുള്ള രീതിക്ക് എഴുതാം. ദാറ്റ് മീൻസ് 1/2 ഇൻറ്റു 2 minus 3 ആണ് കിട്ടുന്നത്. 2 minus 3 എത്രയാണ്? -1. -1 പുറത്ത് വരുമ്പോൾ 1 ആണ് 1/2. ഓക്കെ, അടുത്ത A22 നോക്കിയേ, 1/2 ഇൻറ്റു എന്താ വരുന്നത്? 2 minus 3 ഇൻറ്റു 2 എന്നുള്ള രീതിക്കാണ് വരുന്നത്. അപ്പോൾ 1/2 ഇൻറ്റു 2 minus 6. 2 minus 6 എത്രയാണ്? -4 ആണ്. -4 മോഡുലസിന് പുറത്ത് വരുമ്പോൾ 4 ആവും. അപ്പോൾ 4/2 എന്ന് എടുക്കാം. 4/2 എത്രയാണ്? 2 ആണ് വരുന്നത്. അപ്പൊ ആ സെക്കൻഡ് റോയും കഴിഞ്ഞ് ഇനി തേർഡ് റോയിലേക്ക് വരുമ്പോൾ A31 നോക്കിയേ, 1/2 ഇൻറ്റു 3 minus 3 ഇൻറ്റു 1 എന്നാണ് വരുന്നത്. അപ്പോൾ എത്രയാണ് വരുന്നേടാ? 1/2 ഇൻറ്റു 3 minus 3 എന്നുള്ള രീതിക്ക് വരും. ദാറ്റ് മീൻസ് 0 ആണ് അല്ലെ. അപ്പൊ 0 എന്ന് പറയുമ്പോൾ 0/2 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും വരുന്നുണ്ടാവുക. അടുത്ത് നോക്കിയേ, A32ലേക്ക് നമ്മൾ വരുമ്പോഴത്തേനും 1/2 ഇൻറ്റു 3 minus 3 ഇൻറ്റു 2 ആയിരിക്കും വരുന്നത്. 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 3 minus 6. 3 minus 6 എത്രയാണ്? -3. -3 മോഡുലസിന് പുറത്ത് വരുമ്പോൾ +3 ആവും. ആൻസർ എന്തായിരിക്കും? 3/2. അപ്പൊ നമ്മുടെ മെട്രിക്സ് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ഫസ്റ്റ് എലമെന്റ് 1, സെക്കൻഡ് എലമെന്റ് 5/2, അടുത്ത റോയിലെ ഫസ്റ്റ് എലമെന്റ് എത്രയാണ്? 1/2, അടുത്ത 2 ആണ്, 0, 3/2. ഇതായിരിക്കും നമ്മുടെ 3/2 മെട്രിക്സ്. ഈ രീതിക്കായിരിക്കും ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഈ ജനറൽ ഫോം തന്നിരുന്നാൽ അതിൽ നിന്നും എന്ത് എഴുതേണ്ടത്? എലമെന്റ്സ് എഴുതേണ്ടത്. ക്ലിയർ ആണ്. ആ മെട്രിക്സ് ആദ്യം എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ടെന്ന് നോക്കുക, എത്ര എലമെന്റ്സ് അവിടെ വരും എന്നുള്ളത് നോക്കുക. അത് വെച്ചിട്ട് ഓരോന്നും ആ
ഐയുടെയും ജെയുടെ, ഐ എന്ന് പറഞ്ഞാൽ റോസിന്റെ എണ്ണം, ജെ എന്ന് പറഞ്ഞാൽ കോളത്തിന്റെ എണ്ണം ആയിരിക്കും. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ്. അപ്പൊ ഇത് മെട്രിക്സിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞു തന്നത്. ഈ ബേസിക്സ് നല്ല തറവായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിച്ച് ആൻസറിലേക്ക് പോകാൻ പറ്റും. കാരണം നമുക്ക് നമ്പേഴ്സ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് മാത്രമാണ് മെട്രിക്സിനകത്ത് വരുന്നത്. ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് മെട്രിക്സ് എന്ന് പറയുന്നതിന് കാരണം. പിന്നെ ഇതിൽ നമ്പർ ഓഫ് റോസും കോളംസും കൂടുന്നതനുസരിച്ച് കാൽക്കുലേഷൻ കൂടും. കാൽക്കുലേഷൻ കൂടുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ശരി. ടൈപ്പ് ഓഫ് മെട്രിക്സിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് റോ മെട്രിക്സ് ആണ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു റോ മാത്രമേ കാണത്തുള്ളൂ. വൺ റോ മാത്രമേ അതിനകത്ത് എന്ത് ചെയ്യത്തുള്ളൂ, കാണത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ABC, കണ്ടോ, ഒറ്റ റോയേ ഉള്ളൂ. കോളത്തിന്റെ എണ്ണം എത്ര വേണോ ആയിക്കോട്ടെ, പക്ഷെ റോ ഒരെണ്ണം മാത്രമേ പാടുള്ളൂ. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് എന്ത് പറയുന്നത്, റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ശരി. രണ്ടാമത്, റോ മെട്രിക്സ് പഠിച്ചെങ്കിൽ നമ്മൾ ആരെയും പഠിക്കണം, കോളം മെട്രിക്സും പഠിക്കണം. കോളം മെട്രിക്സ് എന്താണ് വരുന്നത്, റോ മെട്രിക്സ് എങ്ങനെയാണോ നേരെ തിരിച്ചോ ചിന്തിച്ചു നോക്കിയേ. അവിടെ റോ മെട്രിക്സിൽ വൺ റോ മാത്രം, അപ്പോൾ കോളം മെട്രിക്സിൽ എന്ത് മാത്രമേ കാണത്തുള്ളൂ, ഒരു കോളം മാത്രമേ കാണത്തുള്ളൂ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഈ രീതിക്ക് എഴുതുന്നത്. അവിടെ റോയുടെ എണ്ണം എത്ര വേണം ആയിക്കോട്ടെ, പക്ഷെ കോളം എത്രയേ പാടുള്ളൂ, ഒരെണ്ണേ പാടുള്ളൂ. ഇപ്പോൾ റോ മെട്രിക്സ്, കോളം മെട്രിക്സ്. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കേണ്ട ആളാണ് സ്ക്വയർ മെട്രിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാലേ നമ്മുടെ മിക്ക കാൽക്കുലേഷൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഡിറ്റർമിനന്റ് ഒക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഡിറ്റർമിനന്റിലെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, സ്ക്വയർ മെട്രിക്സിനാണ് കേട്ടോ. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്തായിരിക്കും, നമ്പർ ഓഫ് റോസ് എന്തിന് ഈക്വൽ ആയിരിക്കും, നമ്പർ ഓഫ് കോളത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ. അതായത് ഒരു സ്ക്വയറിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ. എന്താ, എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ റോയും കോളവും ഈക്വൽ, സ്ക്വയർ ആവണമെന്നുണ്ടെങ്കിൽ റോയും കോളവും എന്തായിരിക്കണം, ഈക്വൽ ആവണം. അത്രേ ഉള്ളൂ കൺസെപ്റ്റ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കും. അതായത് ജനറലി പറയുകയാണെങ്കിൽ M/n മെട്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എമ്മും എന്നും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമ്മൾ അതിനെന്ത് പറയാൻ പറ്റത്തുള്ളൂ, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നോക്കിയാടാ, ABCDEFGHI, ഇവിടെ 3 റോയും 3 കോളം, അപ്പൊ 3/3. ഓക്കെ, 3/3 മെട്രിക്സ് ആണ്. അപ്പൊ ഈ 3/3, 2/2, എന്താ പറയാ, 5/5, അതൊക്കെ പറയുന്നത് എന്താണ്, ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ക്ലിയർ ആണേ? യെസ്. സ്ക്വയർ മെട്രിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പഠിക്കേണ്ട ആളാണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, ഡയഗണൽ മെട്രിക്സ് എന്തായിരിക്കും, ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. സ്ക്വയർ മെട്രിക്സ് ആയ മാത്രം പോരാ, സ്ക്വയർ മെട്രിക്സിൽ നിന്നാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സിലേക്ക് വരുന്നത്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സീറോ ആയിരിക്കണം. അപ്പൊ ഡയഗണൽ എലമെന്റ്സ് നോൺ സീറോ ആയിരിക്കണം. അതേഴ്സ് ആർ, ഓൾ അതേഴ്സ് ആർ, ഡയഗണൽ എന്തായിരിക്കും, നോൺ സീറോ, ഓൾ അതേഴ്സ് ആർ സീറോ ആയിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. 3 0 0 0 1 0 0 0 2, ഇതെന്താണ്, ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ശരി. അപ്പൊ സ്ക്വയർ മെട്രിക്സ്, അവിടെ നിന്ന് ഡയഗണൽ മെട്രിക്സ്, ഇനി ഇങ്ങോട്ടുള്ള എല്ലാം കണക്ഷൻ ഉള്ളതാണ് കേട്ടോ. ഡയഗണൽ മെട്രിക്സ്, അതിൽ നിന്ന് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കേണ്ടത് സ്കെയിലാർ മെട്രിക്സ് ആണ്. ഓക്കെ, സ്കെയിലാർ മെട്രിക്സ് എന്തായിരിക്കണം, സ്കെയിലാർ മെട്രിക്സ് ഒന്നാമത്തെ കണ്ടീഷൻ സ്ക്വയർ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ അത് ഡയഗണൽ ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ അത് ഒരുപോലുള്ള എലമെന്റ്സ് ആയിരിക്കണം. കാരണം സ്കെയിലാർ മീൻസ് ഒരുപോലുള്ള എലമെന്റ്സ് ആയിരിക്കണം അതിനകത്ത് വരേണ്ടത്. ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഡയഗണൽ എലമെന്റ്സ് സെയിം ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കിയടാ, 3 0 0 0 3 0 0 0 3, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കേട്ടോ. ഡയഗണലിൽ വന്ന എലമെന്റ് ഏതാണ്, 3 ആണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയഗണൽ എന്ന് പറയുന്നത് ഇതിനെ മെയിൻ ഡയഗണൽ നമുക്ക് പറയാം. അതുപോലെ മറ്റുള്ളതിന് എന്താ പറയാം, ഇത് നമ്മുടെ മെയിൻ ഡയഗണലും ആണ്, ഇത് നമ്മുടെ ഓഫ് ഡയഗണലും ആണ് അല്ലെ. മെയിൻ ഡയഗണലിന്റെ കൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ എടുക്കുന്നത്. ഇവിടെ നമുക്ക് മെയിൻ ഡയഗണലിൽ എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളതെല്ലാം സീറോ ആണ്, ഡയഗണൽ മെട്രിക്സ്. എന്നാൽ അങ്ങനെയുള്ള ഡയഗണൽ മെട്രിക്സ് ആ മെയിൻ ഡയഗണലിൽ വരുന്ന എലമെന്റ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയുക, സ്കെയിലാർ മെട്രിക്സ് ആണ്. ഇനി ഒരാശാനെ കൂടെ നമുക്ക് പഠിക്കാം, ഐഡന്റിറ്റി മെട്രിക്സ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായിരിക്കണം, കണ്ടീഷൻ സെയിം ആ, സ്ക്വയർ ആയിരിക്കണം, ഡയഗണൽ ആയിരിക്കണം, സ്കെയിലാർ ആയിരിക്കണം. ആ സ്കെയിലാർ ഇതാണ് ഐഡന്റിറ്റിയിലേക്ക് വരുന്നത്. ആ സ്കെയിലാർ മെട്രിക്സിൽ നമ്മളിവിടെ കണ്ട് സ്കെയിലാർ മെട്രിക്സിൽ 3 3 3 വന്നില്ലേ, അതിന് പകരം ആ എലമെന്റ് എല്ലാം 1 ആണ് വരുന്നതെങ്കിൽ, അതായത് ഡയഗണൽ എലമെന്റ്സ് എന്താവണം, 1 ആണ് വരേണ്ടത്. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നതായി. നോക്കടാ, 1 0 0 0 1 0 0 0 1 എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡന്റിറ്റി മെട്രിക്സ്.
അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് മെട്രിക്സ് എന്ന് നമുക്ക് പറയാനുള്ളത്. അതിൽ ഈ 3 മുതൽ 6 വരെയുള്ള കാര്യം നന്നായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കുക. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യേണ്ടി വരുന്നത്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 3ഉം 4ഉം 5ഉം 6ഉം. അപ്പൊ നമുക്ക് ഇതൊന്നും കൂടെ നോക്കാം. റോ മെട്രിക്സ് ഒരു റോ മാത്രമുള്ളത്, കോളം മെട്രിക്സ് ഒരു കോളം മാത്രമുള്ളത്, അല്ലെ? സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്തായിരിക്കണം? ഈക്വൽ ആയിട്ട് വരുന്നതായിരിക്കണം. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിൽ നിന്ന് ഡയഗണൽ മെട്രിക്സിലേക്ക് വരുമ്പോൾ അതൊരു എന്തായിരിക്കണം? സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. മെയിൻ ഡയഗണൽ എലമെന്റ് മാത്രം എക്സിസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ളതിൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയുള്ളതിനാണ് ഡയഗണൽ എന്ന് പറയുന്നത്. ഡയഗണലിൽ നിന്ന് സ്കെയിലാറിലേക്ക് വരുമ്പോൾ ആ ഡയഗണലിലുള്ള എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം, ഒരുപോലെ വരണം. അതിനെ എന്ത് പറയുന്നത്? സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാറിൽ നിന്ന് ഐഡന്റിറ്റിയിലേക്ക് വരുമ്പോൾ അത് സ്കെയിലാർ മെട്രിക്സ് ആണ്. ആ ഡയഗണലിൽ വരുന്ന എലമെന്റ് ആരായിരിക്കണം? 1 ആയിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കുക. അപ്പോൾ മെട്രിക്സ് എന്താണെന്ന് കണ്ടു, മെട്രിക്സിൽ എലമെന്റ്സ് എങ്ങനെ പ്ലേസ് ചെയ്യാന്ന് കണ്ടു, മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യാന്ന് കണ്ടു, അതിന്റെ ഓർഡർ കണ്ടു. അവിടെ നമ്മൾ എന്തിലേക്ക് വന്നു? ടൈപ്പ് ഓഫ് മെട്രിക്സിലേക്ക് വന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ് ആണ്. ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ്, രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് റോസും കോളംസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം കേട്ടോ. അവിടെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്ത് ചെയ്യണം? ആ മെട്രിക്സിന്റെ, അതായത് ഒരു മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ എന്നല്ല, രണ്ട് മെട്രിക്സിന്റെയും കൂടെ ഒരേ, അതായത് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് ഈക്വൽ ഈ മെട്രിക്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് അത് ക്ലിയർ ആവുക. എ നോക്കിയടാ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, എ ബി സി ഡി. ഓക്കെ, ബി എന്ന് പറയുന്നത് വേറൊരു മെട്രിക്സ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് തന്നെയാണ്? എ ബി സി ഡി. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് രണ്ടും എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ? ഈക്വൽ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എ ഈസ് ഈക്വൽ ടു എ ബി സി ഡി, ബി ഈസ് ഈക്വൽ ടു എ ബി സി ഡി. കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള നമ്പർ ഓഫ് റോസും ഇതിനകത്തുള്ള നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. ഇതിലെ നമ്പർ ഓഫ് കോളംസും ഇതിലെ നമ്പർ ഓഫ് കോളംസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് ഒരുപോലുള്ള എലമെന്റ്സ് വരണം. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിന് നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ഈക്വൽ മെട്രിക്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മിക്കപ്പോഴും പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്നത്, പി എസ് സിയുടെ ഒരു ഇഷ്ടപ്പെട്ട മേഖലയാണ് ചോദ്യം ഇടുന്നത്. ഏറ്റവും ബേസിക് ലെവലിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ കിട്ടും. ഏതെങ്കിലും ഇതേപോലെ രണ്ട് മെട്രിക്സ് തന്നിട്ട് അതിനകത്ത് ഒരു മെട്രിക്സിനകത്ത് ഒരു പ്ലേസിൽ എവിടെയെങ്കിലും എക്സ്പ്രഷൻ ആയിരിക്കും വരുന്നത്, മറ്റേ ഒരു നമ്പർ ഉണ്ടാവും. നമുക്ക് എന്നിട്ട് എയോ ബിയോ എക്സോ വൈയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. അത് കണ്ടുപിടിക്കാനായിരിക്കും നമ്മളോട് ചോദ്യം വരുന്നത് കേട്ടോ. അത് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സിന്റെ ഇക്വാലിറ്റി എന്നും നമുക്കറിയാം. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് മെട്രിക്സ് എന്താവുന്നത്? ഈക്വൽ ആവുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? ശരി, ഇതാ ഒരു ക്വസ്റ്റ്യൻ നോക്കി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം വരുന്നത്. അപ്പൊ ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ് ആണ്. രണ്ട് മെട്രിക്സ് ഈക്വൽ എന്ന് പറഞ്ഞോളൂ. അപ്പൊ ഇത് എ എന്ന് ഞാൻ കൊടുക്കുകയാണ്, ഇതിന് ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈസി ആയിട്ട് പറയാൻ പറ്റും എക്സിന്റെ വാല്യൂ എത്രയാണ്? എക്സിന്റെ കറസ്പോണ്ടിങ് പ്ലേസിൽ ഇപ്പുറത്ത് രണ്ടാമത്തെ മെട്രിക്സിൽ വരുന്ന 1 ആണ്. അപ്പൊ എക്സ് ഈസിക്വൽ ടു 1 കിട്ടിയല്ലോ. അടുത്ത വൈയുടെ വാല്യൂ എത്രയാണ്? വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4 വരുന്നുണ്ട്. ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ആര് വരുന്നുണ്ട്? 3 വരുന്നുണ്ട്. ഓക്കെ, എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 1, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4, ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരാ വന്നെങ്കിൽ 3 ആണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ചിലപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, എക്സ് പ്ലസ് വൈ 1 2 0. ഇവിടെ അതുപോലെ എന്താണ്? ഈക്വൽ ടു ഒരു 3 0 5 ഒരു എന്താ എക്സ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഇത് ഒന്നിലെ മൾട്ടിപ്പിൾ ഇക്വേഷൻസ് ആയിരിക്കാൻ വരുന്നുണ്ടാവുക. ആ ഇക്വേഷൻസിന് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. രണ്ടു മൂന്ന് ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എഴുതാൻ പറ്റുന്നത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 എന്നുള്ള രീതിക്ക് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു 0 കണ്ടോ? എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അതിവിടെ എക്സിന് കൊടുക്കുമ്പോഴത്തേക്കും വൈയുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ ആ രീതിക്കായിരിക്കാം നമുക്ക് ഇക്വേഷൻ, നമ്മൾ ജനറൽ ആൾജിബ്ര നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ആ ഓൾജിബ്ര സോൾവ് ചെയ്യുന്ന രീതിക്കായിരിക്കണം ഇതിനകത്ത് മെട്രിക്സിനകത്ത് എലമെന്റ്സ് വരുന്നുണ്ടാവുക. അത് ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മിക്കപ്പോഴും ഇക്വാലിറ്റി ഓഫ് മെട്രിക്സിനകത്ത് ഇതുപോലെ ഒരു വേരിയബിൾ തന്നിട്ട് ആ വേരിയബിൾ കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം വരുന്നുണ്ടാവുക കേട്ടോ. നമ്മളെ ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ പറഞ്ഞ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ബി സി ഡി നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ എ ബി സി ഡി രണ്ട് മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് നമുക്ക് എടുക്കാം, ഇതിനെ ബി എന്ന് എടുക്കാം. അപ്പൊ എയും ഈ ബിയും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് ഓരോ ഇക്വേഷൻ ആയിട്ട് ഫോം ചെയ്യാം. ഓക്കേടാ, എ മൈനസ് ബി ഈസ് ഈക്വൽ ടു -1. അതുപോലെ 2a പ്ലസ് സി ഈസ് ഈക്വൽ ടു എത്രയുണ്ട്? 5 ഉണ്ട്. 2a മൈനസ് ബി എന്ന് പറഞ്ഞാൽ 0 എടുക്കാം. 3c പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യണം. നമ്മുടെ കയ്യിൽ 4 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഹിന്റ് ഇതിനകത്ത് നിന്ന് തന്നിട്ടുണ്ടാവും. നിങ്ങൾ ഈ മൂന്നാമത്തെ സെറ്റ് ഇക്വേഷൻ നോക്കിയേ. ഏതാ? 2a മൈനസ് ബി ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ. അത് അവിടെ നിന്ന് ഞാൻ അതിനെ ഒന്ന് മാറ്റുകയാണ്. 2a ഈസ് ഈക്വൽ ടു ആ ബി അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് എന്താവും? മൈനസ് ബി പ്ലസ് ബി ആവും. 0 അല്ലേ? 0 നമുക്ക് കൺസ്ട്രെയിൻഡ് ആയില്ല. അപ്പൊ 2a ഈസ് ഈക്വൽ ടു ബി എന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷനകത്ത് എന്താ വന്നിരിക്കുന്നത്? എ മൈനസ് ബി ഈസ് ഈക്വൽ ടു -1. ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2a. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2a, ബിക്ക് വരെ എന്ത് കൊടുക്കാം? 2a കൊടുക്കാം.
ഈസ് ഈക്വൽ ടു -1 ആണ്. അപ്പൊ a - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -a ആണ്. -a ഈസ് ഈക്വൽ ടു -1. എയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കിട്ടി. എത്രയാണ്? a ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ക്ലിയർ ആണ്? ശരി, a ഈസ് ഈക്വൽ ടു 1 കിട്ടിയാൽ ഇതിനകത്ത് കൊടുക്കുമ്പോൾ b യുടെ വാല്യൂ കിട്ടും 2 × 1. b യുടെ വാല്യൂ എത്രയാണ് വരുന്നത്? 2 ആണ്. എയും ബിയും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? ബാക്കിയുള്ള വാല്യൂസിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവനിൽ നിന്ന് 2a പ്ലസ് c ഈസ് ഈക്വൽ ടു 5 എന്നുള്ള ഇക്വേഷൻ ഇല്ലേ? അതിനകത്ത് എയുടെ വില 1 കൊടുത്തു കഴിഞ്ഞാൽ 2 പ്ലസ് c ഈസ് ഈക്വൽ ടു 5 എന്നല്ലേ വരുന്നത്? അപ്പൊ c ഈസ് ഈക്വൽ ടു 5 - 2 എത്ര കിട്ടി? 3 കിട്ടി. കണ്ടോ? അപ്പൊ സിയും കിട്ടിക്കഴിഞ്ഞു. സി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ ഡി യെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 3c പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 13 എന്നുണ്ട്. സിയുടെ വാല്യൂ 3 ആണല്ലോ. അപ്പൊ 3 × 3 പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 13 ആണ്. അപ്പൊ 3 × 3 9 ആണ്. ഡി ഈസ് ഈക്വൽ ടു 13 - 9 എന്നുള്ളത് നമുക്ക് കിട്ടും. എത്രയായി കിട്ടുന്നത്? 4 ആണ്. അപ്പൊ നോക്കിയടാ, വാല്യൂ കിട്ടിയല്ലോ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 2, സി ഈസ് ഈക്വൽ ടു 3, ഡി ഈസ് ഈക്വൽ ടു 4. കണ്ടോ? ഇതുപോലെ നമുക്ക് ഓരോ വാല്യൂവും കണ്ടുപിടിക്കാൻ പറ്റും. സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നല്ലോ. ഇക്വാലിറ്റി ഓഫ് മെട്രിക്സും അത് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ നന്നായിട്ട് നോക്കി വെച്ചിരിക്കാം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് മെട്രിക്സിന്റെ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് അതിനകത്ത് പഠിക്കേണ്ടത് ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സ് ആണ്. മെട്രിക്സ് ഓപ്പറേഷൻസ് ആണ് കേട്ടോ. ഓപ്പറേഷൻസ്. ഈ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്ന ക്രിയകൾ അല്ലേ? അതായത് നമ്മുടെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ നമുക്ക് മെട്രിക്സിനകത്ത് വേണ്ട. അതിന് പകരമാണ് നമ്മൾ ഇൻവേഴ്സ് എന്നുള്ള പ്രോസസ്സ് പറയുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ. അപ്പോൾ ഓപ്പറേഷൻസിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ആണ്. മൾട്ടിപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് അറിയാവുന്നുണ്ടെങ്കിൽ നമ്മുടെ മെട്രിക്സിന്റെ ബേസ് കഴിഞ്ഞു. ഇൻവേഴ്സ് എന്നുള്ളത് പറഞ്ഞാൽ പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് പോലെ വരുന്ന ഒരു കാര്യങ്ങളാണ്. അത് സെപ്പറേറ്റ് നമുക്ക് വേണ്ടതാണ്. മൾട്ടിപ്ലിക്കേഷൻ വരെയുള്ള ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇപ്പൊ ഇത്രയും നമ്മൾ കണ്ട കാര്യങ്ങളും അതുപോലെ ഈ ഓപ്പറേഷൻസും കൂടെ ആവുമ്പോഴായിരിക്കും മെട്രിക്സിനെ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാം പാകത്തിൽ നമ്മൾ തയ്യാറായിട്ട് വരുന്നുണ്ടാവാം. ഓക്കെ. അപ്പൊ നോക്കിയടാ, നമ്മുടെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് അഡിഷൻ നമുക്ക് ആദ്യം നോക്കാം. അഡിഷൻ വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് എന്റെ കയ്യിലുണ്ട്. 1 2 3 4 എന്ന് പറഞ്ഞ ഒരു 2/2 എന്ന് എടുക്കാം. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്റെ കയ്യിലുണ്ട്. 3 2 1 4 എന്ന് പറയുന്നത് രണ്ടാമത്തെ മെട്രിക്സ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി ആണ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. കറസ്പോണ്ടിങ് പ്ലേസിലെ എലമെന്റ്സ്, അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം, ഇവിടെയും ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്, അത് തമ്മിൽ അങ്ങ് ആഡ് ചെയ്യുക. അതായത് 1 ഉം 3 ഉം ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് പ്ലേസിലെ എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അടുത്തത് 2 2, അടുത്തപോലെ 3 + 1 4 + 4. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഓർഡർ ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ അഡീഷണൽ ഒരു എലമെന്റ്, ഒരു റോയോ കോളമോ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അത് കാരണം ഇപ്പോഴത്തെ അതിനകത്ത് സംഭവില്ലല്ലോ. അപ്പൊ ആ റോയുടെയും കോളത്തിന്റെയും എണ്ണം, ആ രണ്ട് മെട്രിക്സിന്റെ റോയുടെയും കോളത്തിന്റെ എണ്ണം ഒരുപോലെ ആവണം. എന്നല്ലാതെ കറസ്പോണ്ടിങ് എലമെന്റ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്രിയേറ്റ് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരുന്നുണ്ടാവുക? 3 + 1 4 4 4 8. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? അഡീഷൻ എന്ന് പറയുന്നത്. സബ്ട്രാക്ഷൻ ഇതുപോലെ തന്നെയാണ്. പ്ലസ് ചെയ്ത സ്ഥാനത്ത് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പൊ a - b ഒന്ന് ചെയ്ത് നോക്കിയേ. 1 - 3 2 - 2 3 - 1 4 - 4. 1 - 3 വരുമ്പോഴത്തേക്ക് എത്രയാണ് വരുന്നത്? -2. ഇത് 0 വരും, ഇത് 2 വരും, അടുത്തത് 0 വരും. കണ്ടോ? ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മെട്രിക്സിന്റെ സബ്ട്രാക്ഷൻ. അപ്പൊ അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ ആയിട്ട്, അത് കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ എന്ത് ചെയ്യുക? ക്രിയ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്നത്. ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഓർഡർ ഒരേപോലെ ആയാൽ മാത്രമേ, അതായത് എന്നാലേ കറസ്പോണ്ടിങ് എലമെന്റ്സ് നമുക്ക് തമ്മിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരെണ്ണം അധികം വരാനോ ഒന്ന് കുറയാനോ പാടില്ല. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇനി നോക്കാൻ പോകുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിക്കാൻ എടുക്കുമ്പോൾ എപ്പോഴും ഈ ഇത് വായിച്ച് നോക്കില്ലേ, തിയറി വായിച്ച് നോക്കിയാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അങ്ങനെ നോക്കാതെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം എന്നുള്ളത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് രണ്ട് മെട്രിക്സ് പരിഗണിക്കാം. എന്റെ കയ്യിൽ രണ്ട് മെട്രിക്സ് ഉണ്ട്. ഒന്ന് എ എന്ന് പറഞ്ഞ 1 2 3 4 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 2/2 ആണ്. അടുത്ത ബി എന്ന് പറയുന്നത് നോക്കിയടാ, ഏതാണ്? നമുക്കൊരു 2 1 0 2 1 0 1 എന്ന് പറഞ്ഞ രണ്ടാമത്തെ മെട്രിക്സ് എടുത്തു. അതും എന്താണ്? 2/2 ആണ്. അപ്പോൾ മെട്രിക്സ് അഡീഷനിൽ നമ്മൾ കണ്ടു എന്താ? കറസ്പോണ്ടിങ് എലമെന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് അവിടുത്തെ റോയും കോളത്തിന്റെയും എണ്ണം, രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ ഒക്കെ എന്തായിരിക്കണം? ഈക്വൽ ആവണം. ഇവിടെ അങ്ങനെ ഈക്വൽ ആവണമെന്നില്ല. ഇതിപ്പോ ഞാൻ എക്സാമ്പിൾ എടുത്തതാണ്. നമുക്കൊരു ഈക്വൽ ആവണമെന്നില്ല. പക്ഷെ ഒരു കണ്ടീഷൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മെട്രിക്സിന്റെ ഓർഡർ m/n ആണ്. രണ്ടാമത്തെ മെട്രിക്സിന്റെ ഓർഡർ നിങ്ങൾ വിചാരിച്ചുകൊള്ളുക ഒരു n/m ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിക്ക് വേണം n/n ആവോ, അപ്പൊ എന്തുവേണോ ആയിക്കോട്ടെ. പക്ഷെ ഇവിടുത്തെ ഈ എലമെന്റ്സ് ഉണ്ടല്ലോ, അതായത് ഇവിടുത്തെ കോളവും ഇവിടുത്തെ റോയും അത് ഈക്വൽ ആവണം.
ഫസ്റ്റ് മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സിന്റെ റോസിന്റെ എണ്ണവും എന്തായിരിക്കണം, ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതിന് കാരണം നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഓക്കെ, ഇവിടുത്തെ 1ഉം 2ഉം ആണ് ഫസ്റ്റ് റോയിലെ എലമെന്റ് അല്ലെ. ഈ ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ രണ്ട് കോളം അല്ലേ. അപ്പൊ ഈ ഫസ്റ്റ് റോയിലെ എലമെന്റ് കൊണ്ട് ഇവിടുത്തെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റിനെയാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് റോ കൊണ്ട് ഇവിടുത്തെ ഫസ്റ്റ് കോളത്തിന്, രണ്ടാമത് സെക്കൻഡ് കോളത്തിന്, ഇനി മൂന്നാമത്തെ ഒരു കോളം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ. അപ്പൊ എത്ര കോളം ഉണ്ടോ ആ കോളത്തിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും നമ്മൾ എഴുതുന്നത്. അത് കഴിയുമ്പോഴായിരിക്കും സെക്കൻഡ് റോ നമ്മൾ പരിഗണിക്കുന്നത് കേട്ടോ. അപ്പൊ ചെയ്ത് നോക്കി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഫസ്റ്റ് റോ ആരാണ്, 1 2. 1 2 കൊണ്ട് 2 0 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ഉണ്ട്. 1 കൊണ്ട് 2നെ ചെയ്യുക, ഇടയ്ക്ക് പ്ലസ് കൊടുക്കുക, 2 കൊണ്ട് 0 ചെയ്യുക, 2 കൊണ്ട് 0 ചെയ്യുക. അപ്പൊ ഈ 1 കൊണ്ട് ഇവിടുത്തെ 2നെ, ഈ 2 കൊണ്ട് ഇവിടുത്തെ 0 ഇടയ്ക്ക് പ്ലസ് കൊടുക്കുക. ഫസ്റ്റ് എലമെന്റ് ആയി. അപ്പൊ ഫസ്റ്റ് കോളം കഴിഞ്ഞ് ഇനി നോക്കിയടാ, ഇവിടുത്തെ ഈ 1 കൊണ്ട് രണ്ടാമത്തെ കോളത്തിലേക്ക് നമ്മൾ വരികയാണ്, ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ ഈ 2 കൊണ്ട് ഇവിടുത്തെ ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇടയ്ക്ക് പ്ലസ് കൊടുക്കുക. അപ്പൊ 2 × 1 കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് രണ്ട് എലമെന്റും നമുക്ക് കിട്ടി. നമ്മുടെ റിസൾട്ടന്റ് ആയ എ ബി എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് രണ്ട് എലമെന്റ് നമുക്ക് കിട്ടിയേ. അടുത്ത് നോക്കിയേ, അവിടുത്തെ കോളത്തിന്റെ എണ്ണം കഴിഞ്ഞുകൊണ്ട് നമുക്ക് സെക്കൻഡ് റോ പരിഗണിക്കാം. 3 4 ആണ് അല്ലെ. 3 4 കൊണ്ട് ഇതേ പ്രോസസ്സ്, 3 കൊണ്ട് 2നെ, അപ്പൊ 3 × 2 ഇടയ്ക്ക് പ്ലസ്, 4 കൊണ്ട് 0. ഓക്കെ, അടുത്ത് 3 കൊണ്ട് 1നെ പ്ലസ് 4 കൊണ്ട് 1നെ. കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ. കണ്ടോ, റിസൾട്ടന്റ് മെട്രിക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നോക്കിയേ എത്ര, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 + 0 വരും അല്ലെ. അപ്പൊ ഫസ്റ്റ് എലമെന്റ് 2 കിട്ടും, അടുത്ത 1 + 2 എന്നാണ് 3 കിട്ടും, അടുത്ത 6 + 0 6, 3 + 4 എത്ര കിട്ടുന്നത്, 7 ആയിരിക്കും കിട്ടുന്നത്. 3 + 4 7 ആയിരിക്കും കിട്ടുന്നത്. കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർത്തേക്കുക, നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ ഇപ്പോൾ ഒരു റോയും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോളാം, ഒരു 1 കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോളാം. കാരണം നമുക്ക് ഇവിടെ രണ്ട് എലമെന്റേ ഉള്ളൂ, കറസ്പോണ്ടിങ് എലമെന്റ്സ് എല്ലാം മൾട്ടിപ്ലൈ ഇല്ലേ. അപ്പൊ ഈ ഒരു എലമെന്റ് വേക്കന്റ് ആയി പോകും, അത് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് കോളവും റോയും ഈക്വൽ ആവണം എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മെട്രിക്സ് എന്ത് ചെയ്യത്തുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോ നോക്കി, ഈ A = 1 2 3 4, B = 2 0 മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ രീതിക്ക് ഒന്നും ചിന്തിക്കരുത്, കാരണം ഓർഡർ സെയിം അല്ല. എന്നാലും പ്രശ്നമില്ല. ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/2 ആണ്, ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/1 ആണ്. നമുക്ക് എന്ത് ഈക്വൽ ആയാൽ മതി, ഈ രണ്ട് കാര്യങ്ങളും ഈക്വൽ ആയാൽ മതി. ഇവിടുത്തെ ഫസ്റ്റ് മെട്രിക്സിലെ കോളത്തിന്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സിലെ റോയുടെ എണ്ണവും ഈക്വൽ ആണെങ്കിൽ സംഭവം കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇതൊന്ന് ചെയ്ത് നോക്കി. 1 × 2 വരുമ്പോൾ 2 കിട്ടും അല്ലെ. അടുത്ത് 2 × 0 വരുമ്പോൾ 0 കഴിഞ്ഞു. അടുത്ത് ആ ഒരു എലമെന്റ് കഴിഞ്ഞു കേട്ടോ. അടുത്ത് നോക്കിയടാ, 3 × 2 വരുമ്പോൾ എത്രയാണ് വരുന്നത്, 6 ആണ് വരുന്നത്. 4 × 0 വരുമ്പോൾ 0. കണ്ടോ, ഇത്രയേ ഉള്ളൂ, 2 6. ഇതായിരിക്കും നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്ന, റിസൾട്ടന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓർഡറിന്റെ കാര്യം അവിടെ അല്ല, പക്ഷെ അവിടുത്തെ റോസിന്റെയും കോളത്തിന്റെയും എണ്ണം, ഫസ്റ്റിന്റെ കോളം സെക്കൻഡിന്റെ റോയും ഈക്വൽ ആയിരിക്കണം. ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇത്രയാണ് മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് ആയിട്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഇത് ഇത്രയും നോക്കിക്കൊള്ളുക. ഓക്കെ, അപ്പൊ വീണ്ടും ഒരു സെഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഈ ബേസിക് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ യൂസ്ഫുൾ ആവട്ടെ. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ ബിസിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതെല്ലാം പഠിച്ചു വെച്ചേക്കുക. അപ്പൊ അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.